നമ്മുടെ അഭിമാനമായ സുദർശന ചക്രം, ആ സുദർശന ചക്രത്തെക്കുറിച്ചാണ് പ്രേക്ഷകരോട് പറയാനുള്ളത്. S-400 വ്യോമ പ്രതിരോധ സംവിധാനം ഇതാ എത്തുകയാണ്. നമ്മുടെ തൊട്ടടുത്തുകൂടി കടന്നു പോവുകയാണ് S-400 വ്യോമ പ്രതിരോധ സംവിധാനം. അതിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ചത് S-400 വ്യോമ പ്രതിരോധ സംവിധാനമാണ്. സുദർശന ചക്രമെന്ന് ഇന്ത്യ പേര് നൽകിയ S-400ന്റെ ഓരോ ഭാഗങ്ങളും പ്രവർത്തന രീതിയും എങ്ങനെയെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. എന്താണ് ഈ S-400 പ്രതിരോധ സംവിധാനം? നമ്മൾ അയൺ ഡോമിനെ കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അതിനേക്കാളും അപ്പുറം നമ്മുടേതായ സുദർശന ചക്രത്തിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ് എന്നതുകൂടി പ്രേക്ഷകരോട് ഞാൻ പറഞ്ഞു തരാം. എനിക്ക് തൊട്ടടുത്ത് നിൽക്കുന്ന ഈ S-400ൽ എന്തൊക്കെയാണുള്ള സംവിധാനങ്ങൾ എന്ന് നമ്മൾ നോക്കിയാൽ ഒന്നാമത്തേത് അക്വിസിഷൻ റഡാറാണ്. ഈ ഒരു പ്രതിരോധ സംവിധാനത്തിൽ ഒന്നാമത്തേത് അക്വിസിഷൻ റഡാറാണ്. അക്വിസിഷൻ റഡാറിന്റെ പ്രവർത്തനം എന്താണെന്ന് ചോദിച്ചാൽ ആകാശത്ത് നിന്ന് വരുന്ന വസ്തുക്കൾ തിരിച്ചറിയുക എന്നതാണ് അതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അത് പ്രവർത്തിപ്പിക്കുന്നത് അങ്ങനെയാണ്. രണ്ടാമത്തേത് കമാൻഡ് പോസ്റ്റ് ആണ്. കമാൻഡ് പോസ്റ്റ് ഈ അക്വിസിഷൻ റഡാർ നൽകുന്ന വിവരങ്ങൾ സ്വീകരിക്കുന്നു. അതിന് നമ്മൾ തിരിച്ചയക്കേണ്ട മിസൈൽ ഏതാണ് എന്നത് തീരുമാനിക്കുന്നത് ഈ കമാൻഡ് പോസ്റ്റിൽ നിന്നാണ്. മറുപടി മിസൈൽ ഏതാണ് എന്നുള്ളത് തീരുമാനിക്കുന്നു. അടുത്തത് ലോഞ്ച് വെഹിക്കിൾ ആണ്. ഈ ലോഞ്ച് വെഹിക്കിൾ ആണ് നമ്മളിപ്പോൾ തൊട്ടടുത്ത് കാണുന്നത്. ഈ ലോഞ്ച് വെഹിക്കിൾ മിസൈലുകളെ ലക്ഷ്യത്തിലേക്ക് തൊടുക്കുന്നതിനായിട്ടുള്ള സംവിധാനമാണ്.